എന്തുമാത്രം ഉത്തരവാദിത്വത്തോടു കൂടിയാണെന്നറിയാമോ ഇത് നമ്മുടെ കരങ്ങളിൽ ഈ പാൽ എത്തിക്കുന്നു. ഇത് ഞങ്ങൾ വണ്ടിയിൽ നിന്ന് ഇറക്കി ഇതിൻ്റെ അകത്ത് ക്ലീൻ ചെയ്ത് ഇതിൻ്റെ അകത്ത് ആളിറങ്ങി കഴുകി ക്ലീൻ ചെയ്ത് അത് കഴിഞ്ഞ് ചൂടുവെള്ളം ഒഴിച്ച് ഇത് ഫുൾ ചെയ്ത് അത് വാഷ് ചെയ്ത് എന്തെല്ലാം പ്രോസസ്സിൽ കൂടാണെന്നറിയാമോ ഈ സാധനം. ഭയങ്കര നീറ്റും ഭയങ്കര വെടിപ്പോടും കൂടെ പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ്. കേരളത്തിൽ എന്ന് നല്ലൊരു സർക്കാർ വരും, ഇതുപോലെയുള്ള നല്ലൊരു കമ്പനിയിലൊക്കെ ജോലി ചെയ്യാൻ എന്ന് മലയാളികളെ കൊണ്ട് പറ്റും. ഉള്ള കമ്പനിയിലൊക്കെ മലയാളികളെ ഈ രാഷ്ട്രീയക്കാർ ഇല്ലാത്ത നിയമങ്ങൾ പറഞ്ഞു പഠിപ്പിച്ച് കൊടിയും കുത്തി നശിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. ഇവിടെയൊക്കെ 3 ഷിഫ്റ്റാണ് ആൾക്കാർ ഈ കമ്പനി ജോലി ചെയ്യുന്നത്. ഒരു ഷിഫ്റ്റിൽ 1500 പേരാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ തന്നെ ഓർത്തേ 4500 പേര് ഒരു ദിവസം 3 ഷിഫ്റ്റ് ജോലി ചെയ്യുന്ന കമ്പനിയാണ്. പിന്നെ അതുകൂടാതെ ഡ്രൈവേഴ്സ് മറ്റുള്ള വർക്കിൽ ജോലി ചെയ്യുന്നവരൊക്കെ അത് ആയിരക്കണക്കിന് ആൾക്കാർ അങ്ങനെ. അപ്പോൾ ഇതുപോലെയൊക്കെ ഒരു സ്ഥാപനം, ഇതുപോലെ ആയിരക്കണക്കിന് സ്ഥാപനങ്ങൾ തമിഴ്നാട്ടിൽ മാത്രമുണ്ട്. മനസ്സിലായോ? മലയാളിയുടെ കക്കൂസ് കഴുകാൻ വന്നിരുന്ന തമിഴ്നാട്ടുകാരല്ല ഇന്ന് ഇവരെയൊക്കെ നല്ല രീതിയിൽ ശമ്പളം മേടിച്ച് ജോലി ചെയ്യുന്നവരാണ്. ഇന്ന് മലയാളികൾ തിരിച്ച് ഇവിടെ വന്ന് ജോലി ചെയ്യുകയാണ്. നമുക്ക് നാട്ടിൽ ജോലിയില്ല, നമുക്ക് ചെയ്യാൻ ജോലിയില്ല. അപ്പോൾ ഇവിടെ ഇപ്പോൾ ന്യായമായ രീതിയിൽ മലയാളിക്ക് ശമ്പളം കിട്ടുന്നുണ്ട്. ഇവിടെ വേണമെങ്കിൽ ഒരു വീടെടുത്ത് നമുക്ക് കുടുംബമായിട്ട് താമസിച്ച് ജോലി ചെയ്യാം, ഭാര്യയ്ക്കും ഭർത്താവിനും ജോലി ചെയ്യാം. അതുപോലെ ഇവിടുത്തെ കമ്പനികളിൽ ജോലിയുണ്ട്. നമ്മുടെ നാടിൻ്റെ അവസ്ഥ ബംഗാൾ പോലെ ആകാൻ ഇനി ഒരു 5 വർഷം കൂടെ നമ്മുടെ നാട്ടിൽ ഇവർ ഭരണം നടത്തിയാൽ ബംഗാളിനെക്കാട്ടിലും കഷ്ടം കേരളമാകും. അപ്പോൾ ഇനിയുമുള്ള ഇലക്ഷനെങ്കിലും ഒരു 3ാം മുന്നണി നമ്മുടെ കേരളത്തിൽ വരണം. ഇടതും വലതിനെ നമ്മൾ പരീക്ഷിച്ച് നമ്മൾ തോറ്റ കളവാണ് കേരളം. ഇനി 3ാമതൊരു മുന്നണി അതാരാണേലും അവർ വരാനായിട്ട് ജനങ്ങളെ നിങ്ങൾ തയ്യാറായില്ലെങ്കിൽ അവിടുത്തെ വയസ്സന്മാർ അവിടെ കിടന്ന് ചാവും, പിള്ളേരൊക്കെ നാട്ടിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യും.